കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ജർമ്മനിയിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണൊക്കെ. ഞാൻ അഡ്മിഷൻ ചെയ്തൊരു സ്റ്റുഡന്റ് ജർമ്മനിക്ക് വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ നോർമലി ഇങ്ങനെ പ്രൈവറ്റ് അക്കോമഡേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ മാക്സിമം സ്റ്റുഡന്റ് ഡോർമിറ്ററീസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടീമിനെ ഏൽപ്പിച്ചു. വിത്തിൻ ഒരു 2-3 ഡേയ്സിൽ തന്നെ ക്ലയൻസ് ആകാൻ അതുപോലെ ആപ്ലിക്കേഷൻ വഴി സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പം ഈ അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും വെരിഫൈ ചെയ്യാനും സംഭവമൊക്കെ സെറ്റിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിയൽ വരെ പോവാണ്, ഹാംബർഗിന്റെ അടുത്ത്. സോ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ എത്തി. ലാൻഡ് ലോഡിനെ കണ്ടു, ലാൻഡ് ലോഡായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഡീലാക്കി. പക്ഷെ ആൾക്ക് ഈ വീട് റെന്റിന് തരുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ആൾക്ക് അവിടെ 2-3 ഫ്ലാറ്റ് സെയിൽ ചെയ്യാനുണ്ടായിരുന്നു. ആൾ മ്യൂണിക്കിലേക്ക് ഷിഫ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്ക് ആ ഫ്ലാറ്റ് എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ഒക്കെ ചെയ്തു. ലോണൊക്കെ കിട്ടും, ഈസി ആയിട്ട് നിങ്ങൾ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ EMI ഒക്കെ ഈസി ആയിട്ട് കവർ ആക്കും. സംഭവം ആൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ പ്ലാൻ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. സോ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യലൊക്കെ ഈസിയാണ് ഗൈസ്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കാണ്ടില്ല. സോ ബൈ.